ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈസിങ് ഡിസിഷൻസ് യൂസിങ് മാത്തമാറ്റിക്കൽ അപ്രോച്ച്. ലാസ്റ്റ് വീഡിയോയിലും പ്രൈസിങ് ഡിസിഷൻസ് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, എങ്കിലും അത് കോസ്റ്റിംഗ് ടെക്നിക് യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യാമെന്നാണ് ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ സിലബസിൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് മാത്തമാറ്റിക്കൽ അപ്രോച്ചിലൂടെയുള്ള പ്രൈസിങ് ഡിസിഷൻസ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. വൺ ഇസ് കോസ്റ്റ് ഫംഗ്ഷൻ, ദെൻ റവന്യൂ ഫംഗ്ഷൻ ആൻഡ് പ്രോഫിറ്റ് ഫംഗ്ഷൻ. അപ്പോൾ അറിയാം, പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം. റവന്യൂ മൈനസ് കോസ്റ്റ് ആണ് പ്രോഫിറ്റ്. അതുകൊണ്ടാണ് ഈ 3 ഫംഗ്ഷൻസും നമ്മൾ പഠിക്കണമെന്ന് മനസ്സിലാക്കിയിരിക്കണമെന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ കോസ്റ്റ് ഫംഗ്ഷൻ. മാത്തമാറ്റിക്കൽ അപ്രോച്ചാണ് നമ്മൾ ആ ഫംഗ്ഷൻ യൂസ് ചെയ്താണ് ഓരോന്നിനെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കോസ്റ്റ് ഫംഗ്ഷൻ. കോസ്റ്റ് എന്ന് പറയുന്നത് അറിയാമല്ലോ, ലാസ്റ്റ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രേഡിംഗ് കൺസേൺ. ട്രേഡിംഗ് കൺസേൺ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് വാങ്ങി വെച്ച് വിൽക്കുന്നവരെയാണ് ട്രേഡിംഗ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. പിന്നീട് സർവീസ് ഓർഗനൈസേഷൻസ്, ഇവരെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ വിൽക്കുന്ന ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ കോസ്റ്റ് കണ്ടെത്തുന്നത് എങ്ങനെയാണ്. ആ കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും അവർ വിൽക്കുന്നത്. അപ്പോൾ അവരുടെ കോസ്റ്റ്, അവർ ഇൻകർ ചെയ്യുന്ന കോസ്റ്റിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. one portion will be fixed cost and the other portion will be variable cost. ഇതെല്ലാം ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് മീൻസ് ഫിക്സ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഇതിനെ കോസ്റ്റ് ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ എഴുതണമെന്നുണ്ടെങ്കിൽ CX എന്നാണ് അതിന് പറയുന്നത്. CX മീൻസ് കോസ്റ്റ് ഓഫ് X യൂണിറ്റ്സ്. അപ്പം അതായത് നമ്മൾ 1000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുന്നതെങ്കിൽ ആ X എന്ന് പറയുന്നത് 1000 യൂണിറ്റാണ്. 1000 യൂണിറ്റിൻ്റെ കോസ്റ്റ് എന്തായിരിക്കും, അതാണ് CX കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1000 യൂണിറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തൊക്കെ ചേരുന്നതായിരിക്കും? ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ചേരുന്നതായിരിക്കും. ഫിക്സ്ഡ് കോസ്റ്റ് വിൽ ബി ഗിവൺ ഇൻ ടോട്ടൽ, ബട്ട് വേരിയബിൾ കോസ്റ്റ് വിൽ ബി ഗിവൺ പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിനുണ്ടാവുന്ന വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും തരുന്നത്. അതിന് നമ്മൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് X, ഹൗ മെനി യൂണിറ്റ്സ് ദേ ആർ ഗോയിങ് ടു സെൽ. അപ്പോൾ ഇതാണ് കോസ്റ്റ് ഫംഗ്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതി. കോസ്റ്റ് ഫംഗ്ഷൻ ഈക്വൽസ് ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. അതിനെ നമ്മൾ എങ്ങനെ എഴുതും? F പ്ലസ് VX എന്ന് എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ VX പ്ലസ് F എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ ഇത് രണ്ട് വേയിൽ നിങ്ങൾക്ക് മാറിയും തിരിച്ചും എഴുതാം. ഇനി വരുന്ന പ്രോബ്ലംസിൽ ഞാൻ 2 രീതിയിൽ എഴുതിയായിരിക്കും പ്രോബ്ലംസ് ചെയ്യുന്നത്, അതുകൊണ്ട് പ്രശ്നമില്ല. സോ CX ഈക്വൽസ് VX പ്ലസ് F. അതായത് F എന്ന് പറയുന്ന ഫിക്സ് കോസ്റ്റ്, V എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് ഫോർ 1 യൂണിറ്റ് ആണ്. പിന്നീട് X എന്ന് പറയുന്നത് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സോൾഡ്. ഇനി അടുത്തത് റവന്യൂ ഫംഗ്ഷനിലോട്ട് പോകാം. റവന്യൂ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബിസിനസ്സിന് കിട്ടുന്ന ഇൻകം ഫ്രം സെയിൽസിനെയാണ് റവന്യൂ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. റവന്യൂ ഫംഗ്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന നൊട്ടേഷനാണ് RX. RX എന്ന് പറഞ്ഞാൽ എൻ്റെ മീനിങ് എന്ന് പറയുന്നത് X മീൻസ് എ നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ്. ഇത്ര യൂണിറ്റ്സ് വിറ്റാൽ ടോട്ടൽ റവന്യൂ എത്ര ആയിരിക്കും? അതെങ്ങനെ കണ്ടെത്തുക? സെല്ലിംഗ് പ്രൈസ് ഫോർ 1 യൂണിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ് സോൾഡ്. ഒരു യൂണിറ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ്, അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? നമ്മൾ വിറ്റ ടോട്ടൽ യൂണിറ്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ 20 രൂപയാണ് ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് എങ്കിൽ നമ്മൾ 1000 യൂണിറ്റ്സ് വിറ്റാൽ സെയിൽസ് റവന്യൂ എത്ര ആയിരിക്കും? 20 ഇൻറ്റു 1000, ദാറ്റ് ഈസ് 20,000 rupees വിൽ ബി ദ സെയിൽസ് റവന്യൂ. അപ്പോൾ സെയിൽസ് റവന്യൂവിനെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് റവന്യൂ ഫംഗ്ഷൻ, അതായത് RX എന്ന് പറഞ്ഞാണ് നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് പ്രോഫിറ്റ് ഫംഗ്ഷൻ. പ്രോഫിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം, ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫംഗ്ഷൻ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് PX എന്നാണ്. അതായത് പ്രോഫിറ്റ് ഈക്വൽസ് X എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഫോർ X നമ്പർ ഓഫ് യൂണിറ്റ്സ് ഈക്വൽസ് RX മൈനസ് CX. RX എന്ന് പറഞ്ഞാൽ റവന്യൂ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ, CX എന്ന് പറയുന്ന കോസ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഈ 3 ഫംഗ്ഷനെ കുറിച്ചും പറഞ്ഞു. വൺ ഇസ് കോസ്റ്റ് ഫംഗ്ഷൻ, റവന്യൂ ഫംഗ്ഷൻ ആൻഡ് ദ അതർ വൺ ഇസ് പ്രോഫിറ്റ് ഫംഗ്ഷൻ. കോസ്റ്റ് ഫംഗ്ഷൻ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? CX ഈക്വൽസ് VX പ്ലസ് F. ദെൻ റവന്യൂ ഫംഗ്ഷൻ മീൻസ് RX. ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ മൾട്ടിപ്ലൈങ് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് വിത്ത് ദി നമ്പർ ഓഫ് യൂണിറ്റ്സ് സോൾഡ്. ദെൻ പ്രോഫിറ്റ് ഫംഗ്ഷൻ ഇസ് റെപ്രസെൻറ്റഡ് ബൈ PX ആൻഡ് ഇസ് കാൽക്കുലേറ്റഡ് ആസ് റവന്യൂ RX മൈനസ് CX. ഇപ്പോൾ ഇത്രയും കഴിഞ്ഞ് നമ്മൾ ഈ ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. ബ്രേക്ക് ഈവൻ പോയിൻറ്റ് എന്താണെന്നൊക്കെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് എ പോയിൻറ്റ് വേർ ദർ ഇസ് നൈദർ പ്രോഫിറ്റ് നോർ ലോസ്. അതായത് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ലാത്ത ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന ഫോർമുല അറിയാമല്ലോ, റവന്യൂ മൈനസ് കോസ്റ്റ്. അതായത് റവന്യൂ മൈനസ് കോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0, ബിക്കോസ് ടോട്ടൽ റവന്യൂ വിൽ ബി ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. ആ പോയിൻറ്റിനെയാണ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിൻറ്റ് എന്ന് പറയുന്നത്
ഏത് പോയിന്റ് ടോട്ടൽ കോസ്റ്റ് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ റവന്യൂ. നമ്മുടെ ടോട്ടൽ റവന്യൂ 20,000 രൂപയാണ്, നമ്മുടെ കോസ്റ്റും 20,000 ആണ്. അപ്പോൾ 20,000 മൈനസ് 20,000 0. അതാണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. അപ്പോൾ അതിനെ ഫംഗ്ഷനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ CX ഈക്വൽസ് RX. RX മീൻസ് ടോട്ടൽ റവന്യൂ. പിന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ബ്രേക്ക് ഈവൻ പോയിന്റിൽ പ്രോഫിറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. പ്രോഫിറ്റ് വിൽ ബി 0. ദാറ്റ് ഇസ് അറ്റ് ബ്രേക്ക് ഈവൻ പോയിന്റ് PX ഈക്വൽസ് 0. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കിത് വെച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റൂ. ഇനി ഈ സെയിം കണ്ടൻറ്റ് തന്നെ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരുന്നു, അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. കോസ്റ്റ് ഫംഗ്ഷൻ, റവന്യൂ ഫംഗ്ഷൻ ആൻഡ് പ്രോഫിറ്റ് ഫംഗ്ഷൻ ഒരു എക്സാമ്പിൾ വെച്ച്. എക്സാമ്പിളിൽ തന്നിരിക്കുന്ന ആദ്യം CX എന്ന് പറഞ്ഞാൽ ഇത് ഏത് ഫംഗ്ഷനാണെന്ന് ഓർമ്മ വരണം. ദിസ് ഇസ് കോസ്റ്റ് ഫംഗ്ഷൻ. കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് VX പ്ലസ് F, അതായത് വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സ് കോസ്റ്റിനെയാണ് കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്ന കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 15x പ്ലസ് 200 എന്നാണ് തന്നേക്കുന്നത്. അതായത് 15 എന്ന് പറയുന്നത് കോസ്റ്റ് ഫോർ 1 യൂണിറ്റ്, അതായത് വേരിയബിൾ കോസ്റ്റ് ഫോർ 1 യൂണിറ്റ് ആണ് 15. എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്ലസ് 200 എന്ന് പറയുന്നത് ഏതായിരിക്കും? ഫിക്സ്ഡ് പോർഷനാണ്, അത് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. ഇനി അടുത്ത തന്നിരിക്കുന്നത് RX, റവന്യൂ ഫംഗ്ഷനാണ് തന്നിരിക്കുന്നത്. RX ഈക്വൽസ് എത്ര എന്നാണ് പറയുന്നത്? 20x. അപ്പോൾ 20xൻ്റെ മീനിങ് എന്താ? അതിൽ 20 എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്, എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സോൾഡ് ആണ് എക്സ് എന്ന് പറയുന്നത്. CXലും അത് തന്നെ 15xൽ എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സോൾഡ്, അതിൻ്റെ വേരിയബിൾ കോസ്റ്റ്. ഇനി അടുത്തത് PX തരുമൊന്നും വേണം, നമുക്ക് തന്നെ അറിയാം. PX എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പ്രോഫിറ്റ് ഫംഗ്ഷൻ, ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ്. അത് ഫംഗ്ഷനിൽ പറയുകയാണെങ്കിൽ PX ഈക്വൽസ് RX മൈനസ് CX. ഇനി അടുത്തത് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. RX നമുക്കറിയാം, RX എത്രയാണെന്നാണ് തന്നിരുന്നത്? 20x. അത് 20x മൈനസ് CX എന്ന് പറഞ്ഞ് തന്നിരുന്നത് എത്രയാണ്? 15x പ്ലസ് 200. സോ 15x പ്ലസ് 200 അതാണ് RX മൈനസ് CX. ഇനി ഇതിനെ സോൾവ് ചെയ്യണമെങ്കിൽ ആദ്യം ബ്രാക്കറ്റിനെ റിമൂവ് ചെയ്യുക. ബ്രാക്കറ്റിനെ റിമൂവ് ചെയ്യാനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 20x മൈനസ് ബ്രാക്കറ്റിനെ റിമൂവ്, ഇവിടെ ഒരു 1 ഉണ്ടെന്ന് അസ്യൂം ചെയ്യണം, അതായത് -1. അപ്പോൾ എങ്ങനെ വരും? -1 ഇൻറ്റു ഇവിടെ -1 ഇൻറ്റു 15x മീൻസ് -15x. ദെൻ -1 ഇൻറ്റു 200 എന്ന് പറയുന്നത് -200. അപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് ഇറ്റ് ഇസ് 20x minus 15x minus 200. ഇതിനെ സോൾവ് ചെയ്യാം. 20x minus 15x gives you 5x, then minus 200. അപ്പോൾ പ്രോഫിറ്റ് ഫംഗ്ഷനും കിട്ടി. ഇനി സോൾവ് ചെയ്യാൻ പറ്റില്ല, കാരണം എക്സ് നമുക്കറിയില്ല. പ്രോഫിറ്റ് ഫംഗ്ഷൻ എവിടെ വന്ന് നിന്ന്? പ്രോഫിറ്റ് ഫംഗ്ഷൻ ഈക്വൽസ് 5x minus 200. ഇനി സപ്പോസ് P2, ഇവാലുവേറ്റ് P2 എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ഇവാലുവേറ്റ് P2ൻ്റെ മീനിങ് പ്രോഫിറ്റ് ഇഫ് 2 യൂണിറ്റ്സ് or 2 items are sold. 2 ഐറ്റം വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ പ്രോഫിറ്റ് എന്നാണ് P2 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ ഈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഫിറ്റ് ഫംഗ്ഷൻ വെച്ച് P2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. P2 എക്സ് എന്ന് പറയുന്നത് ഇവിടെ 2 ആണെങ്കിൽ, എക്സ് മീൻസ് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സോൾഡ്. 2 ആണെങ്കിൽ വാട്ട് വിൽ ബി ദി 2 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുകയാണെങ്കിൽ വാട്ട് വിൽ ബി ദ പ്രോഫിറ്റ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പ്രോഫിറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അത് 5x എന്ന് പറയുന്നത് 5 ഇൻറ്റു 2 മൈനസ് 200. 5 into 2 is 10. 10 minus 200 equals 190. 190 എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ഫിഗർ അല്ലേ? സോ ഇറ്റ് ഇസ് എ ലോസ്. അതായത് നമ്മൾ 2 യൂണിറ്റ്സേ വിൽക്കുന്നുള്ളെന്നുണ്ടെങ്കിൽ വി വിൽ ബി ഇൻകറിങ് എ ലോസ് ഓഫ് ₹190. അപ്പോൾ ഇതാണ് ഈ ചെയ്തിരിക്കുന്നത്. പിന്നീട് ലോസ് ഇൻകർ ചെയ്യാൻ നമ്മൾ ആരും ആഗ്രഹിക്കത്തില്ല. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിലും നമ്മൾ എവിടെയെങ്കിലും എത്തിച്ചേരണം, ബ്രേക്ക് ഈവൻ പോയിന്റിലെങ്കിലും എത്തിച്ചേരണം. അതായത് നമ്മുടെ കോസ്റ്റെങ്കിലും നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റണം. ബ്രേക്ക് ഈവൻ പോയിന്റിലെത്തണമെങ്കിൽ എത്ര യൂണിറ്റ്സ് വിൽക്കാമെന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ എത്ര രൂപയുടെ സെയിൽ നടത്തുമെന്ന് നോക്കാം. നമുക്കത് ചെയ്യാൻ അറിയാമായിരുന്നു. കോസ്റ്റിംഗ് ടെക്നിക്ക് യൂസ് ചെയ്ത് ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാമായിരുന്നു. ഇവിടെ എന്താണ് ബ്രേക്ക് ഈവൻ പോയിന്റ് നോക്കാം. കോസ്റ്റിംഗ് ടെക്നിക്ക് അനുസരിച്ച് ബ്രേക്ക് ഈവൻ പോയിന്റിനൊരു ഫോർമുല ഉണ്ടായിരുന്നു. ഫിക്സ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ ചെയ്യുമ്പം ബ്രേക്ക് ഈവൻ സെയിൽസ് കിട്ടും. പിന്നീട് ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ് കണ്ടുപിടിക്കുന്നത്, നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഫിക്സ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പോൾ ഇവിടെ അങ്ങനെയൊന്നുമല്ല, മാത്തമാറ്റിക്കലി നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ബ്രേക്ക് ഈവൻ പോയിന്റ് ഇസ് എ പോയിന്റ് അറ്റ് വിച്ച് ദർ ഇസ് നീദർ പ്രോഫിറ്റ് നോർ ലോസ്. അതായത് ടോട്ടൽ റവന്യൂ വിൽ ബി ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. അതായത് ആ ബ്രേക്ക് ഈവൻ പോയിന്റിൽ RX ഈക്വൽസ് CX അതാണ്. പിന്നീട് പ്രോഫിറ്റ് എന്തുമായിരിക്കും? പ്രോഫിറ്റ് വിൽ ബി 0. ഓക്കെ, പിന്നെ നമുക്ക് സോൾവ് ചെയ്യാം. RX എന്ന് പറയുന്നത് നമുക്കറിയാം 20x ഈക്വൽസ്
സി എക്സ് എന്ന് പറയുന്നത് 15x പ്ലസ് 200. പിന്നീട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 15നെ ഇപ്പുറം കൊണ്ടുവന്നു, അതുകൊണ്ട് 20x മൈനസ് 15x ഈക്വൽസ് 200. ദെൻ 20x മൈനസ് 15x ഗിവ്സ് യു 5x. 5x ഈക്വൽസ് 200. x ഈക്വൽസ് 200 ഡിവൈഡഡ് ബൈ 5. ദാറ്റ് ഈക്വൽസ് 40 ഐറ്റംസ് അല്ലെങ്കിൽ 40 യൂണിറ്റ്സ്. എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റിലെങ്കിലും എത്തണമെങ്കിൽ വി നീഡ് ടു സെൽ അറ്റ്ലീസ്റ്റ് 40 യൂണിറ്റ്സ്. 40 യൂണിറ്റ്സ് വിറ്റെങ്കിൽ മാത്രമേ നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റിൽ എത്തൂ. 40 യൂണിറ്റ്സിന് താഴെയാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ വി വിൽ ബി ഇൻകറിങ് ലോസ്. നമ്മൾ ലോസ് ആയിരിക്കും ഇൻകർ ചെയ്യുന്നത്. എന്നാൽ 40 യൂണിറ്റ്സിന് മുകളിലാണ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ 45 യൂണിറ്റ്സ് ഒക്കെയാണ് വിൽക്കുന്നതെങ്കിൽ വി ഹാവ് സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് പ്രോഫിറ്റ്. 40 യൂണിറ്റ് വരെ പ്രോഫിറ്റ് ഇല്ല, അതിന് മുകളിലോട്ട് നമുക്ക് എന്ത് കിട്ടി തുടങ്ങി, പ്രോഫിറ്റ് കിട്ടി തുടങ്ങി. അപ്പോൾ പ്രോഫിറ്റ് കിട്ടിത്തുടങ്ങണമെങ്കിൽ നമ്മൾ എത്ര യൂണിറ്റ്സിന് മേലെ വിറ്റ് തുടങ്ങണം, 40 യൂണിറ്റ്സിന് മേലെ വിറ്റാലേ നമുക്ക് പ്രോഫിറ്റ് കിട്ടിത്തുടങ്ങുള്ളൂ. 40 യൂണിറ്റ്സ് ആണ് വിൽക്കുന്നതെങ്കിൽ വി വിൽ ബി അറ്റ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. പിന്നീട് ഇത് ബ്രേക്ക് ഈവൻ പോയിൻറ്റ് യൂണിറ്റ്സ് ആണ്. ഇതിൻ്റെ സെയിൽസ് റവന്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ 40 യൂണിറ്റ്സിനെ സെല്ലിംഗ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് 40 ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് ഇസ് 20, ദാറ്റ് ഈസ് 800 റുപ്പീസ്. അപ്പോൾ 800 രൂപയുടെ സെയിൽസ് റവന്യൂവിൽ എത്തിച്ചേരാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ വി വിൽ ബി അറ്റ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. അപ്പോൾ ഇതാണ് മാത്തമാറ്റിക്കൽ ഫോർമുല വെച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇത്രയും നല്ല രീതിയിൽ ക്ലിയർ ആയിരുന്നാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മളിവിടെ പഠിച്ച കാര്യങ്ങളെന്ന് പറയുന്നത് കോസ്റ്റ് ഫംഗ്ഷൻ, ദാറ്റ് ഇസ് സി എക്സ്, പിന്നീട് റവന്യൂ ഫംഗ്ഷൻ, ദാറ്റ് ഇസ് ആർ എക്സ്, ദെൻ പ്രോഫിറ്റ് ഫംഗ്ഷൻ, ദാറ്റ് ഇസ് പി എക്സ്. ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് ദ ഫോർമുല ആർ എക്സ് മൈനസ് സി എക്സ്. പിന്നീട് മാത്തമാറ്റിക്കൽ വേയിൽ ബ്രേക്ക് ഈവൻ പോയിൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഓർത്തിരിക്കേണ്ടത് അറ്റ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ് ആർ എക്സ് ഈക്വൽസ് സി എക്സ്, ടോട്ടൽ റവന്യൂ ഈക്വൽസ് ടോട്ടൽ കോസ്റ്റ്. അതിനെ സോൾവ് ചെയ്ത് എക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കണം. അടുത്ത വീഡിയോ തൊട്ട് പ്രോബ്ലംസ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ.